ടു ക്യാമ്പസ് വേസ്. ഞങ്ങളുടെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്നവരിൽ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു വിഭാഗം ഓൺലൈൻ ഡിഗ്രി ചൂസ് ചെയ്യാനിരിക്കുന്ന കാൻഡിഡേറ്റ്സ് ആണ്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഞങ്ങളുടെ ഓൺലൈൻ ഡിഗ്രിയുടെ കൗൺസിലറും കൂടി ഈ വീഡിയോയിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ഡൗട്ട്സ് ആണ് നിങ്ങളുടെ അടുത്ത് വരുന്ന കാൻഡിഡേറ്റ്സ് കൂടുതലായിട്ടും ചോദിക്കാറുള്ളത്? നമ്മുടെ അടുത്ത് വരുന്ന മിക്ക സ്റ്റുഡൻസിന്റെ ഒരു ഡൗട്ടാണ് ഓൺലൈൻ ഡിഗ്രി UGC എൻറ്റൈറ്റിൽഡ് ആണോ, അതുപോലെ തന്നെ റെഗുലർ ഡിഗ്രിയുടെ പോലെ തന്നെ സെയിം വാല്യൂ ഓൺലൈൻ ഡിഗ്രിക്കും കിട്ടുന്നുണ്ടോന്ന്. ഓക്കെ, ശരിക്കും അങ്ങനെ ഒരു സംശയത്തിന്റെ ആവശ്യം വരുന്നില്ല. ഓൺലൈൻ ഡിഗ്രി എന്ന് പറയുന്നത് റെഗുലർ ഡിഗ്രിയെ പോലെ തന്നെ UGC അംഗീകരിച്ചിട്ടുള്ള ഡിഗ്രി തന്നെയാണ്. നിങ്ങൾക്ക് റെഗുലർ ഡിഗ്രിക്ക് ശേഷം ഏതൊക്കെ ജോബിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും, ആ ജോബിലോട്ട് എല്ലാം തന്നെ ഓൺലൈൻ ഡിഗ്രിക്ക് ശേഷവും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മളോട് ഒരുപാട് സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട് ഓൺലൈന് കൊടുക്കുന്ന അതേ സെയിം സർട്ടിഫിക്കറ്റ് തന്നെയാണോ റെഗുലറിനും കൊടുക്കുന്നതെന്ന്. ഓക്കെ, സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറയുമ്പോൾ ഈ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് പോലെ ഫ്രണ്ട് പേജിൽ തന്നെ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് വരത്തില്ല ഓൺലൈൻ ഡിഗ്രിക്ക്. പക്ഷേ UGC സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് സർട്ടിഫിക്കറ്റിൽ എവിടെയെങ്കിലും ഓൺലൈൻ ഡിഗ്രി ആണെന്നുള്ളത് മെൻഷൻ ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ മിക്ക യൂണിവേഴ്സിറ്റീസും സർട്ടിഫിക്കറ്റിന്റെ ബാക്കിലോ അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്റ്റിലോ ഒക്കെ മോഡ് ഓഫ് ഡെലിവറി ഓൺലൈൻ എന്ന് മെൻഷൻ ചെയ്യാറുണ്ട്. സെയിം സർട്ടിഫിക്കറ്റ് ആണോ എന്ന് ചോദിച്ചാൽ റെഗുലറിന്റെ ഓൺലൈനിന്റെ സർട്ടിഫിക്കറ്റ് കമ്പയർ ചെയ്യുമ്പോൾ ഓൺലൈൻ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റിൽ ട്രാൻസ്ക്രിപ്റ്റിൽ മോഡ് ഓഫ് ഡെലിവറി ഓൺലൈൻ എന്ന് മെൻഷൻ ചെയ്യാറുണ്ട്. പിന്നെ ഡിസ്റ്റന്റ് ഡിഗ്രി, ഓൺലൈൻ ഡിസ്റ്റന്റ് ലേണിംഗ്, ഓൺലൈൻ ഡിഗ്രി, അങ്ങനെ ഒരുപാട് ഡിഗ്രീസിന്റെ ഇത് കേട്ട് സ്റ്റുഡൻസ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ, ഡിസ്റ്റന്റ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്കുള്ളൊരു യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് മാത്രമായിരിക്കും കിട്ടുന്നത്, ക്ലാസ്സസ് ഒന്നും കിട്ടത്തില്ല. എക്സാം ടൈമിൽ നമുക്ക് എക്സാം സെൻറ്റർ കിട്ടും, അവിടെ പോയി നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഓൺലൈൻ ഡിസ്റ്റന്റ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലാസ്സസ് ഓൺലൈനിൽ കിട്ടും, പക്ഷേ എക്സാം എഴുതാനായിട്ട് അവരുടെ എക്സാം സെൻറ്റർ എവിടെയാണോ ഉള്ളത് അവിടെ പോയി എക്സാം എഴുതേണ്ടി വരും. പക്ഷെ ഇതിൽ നിന്നൊക്കെ ഡിഫറൻ്റ് ആണ് ഓൺലൈൻ ഡിഗ്രി. ഓൺലൈൻ ഡിഗ്രി എന്ന് പറയുന്നത് ക്ലാസ്സും എല്ലാം പ്രോപ്പറായിട്ട് ഓൺലൈനിൽ കിട്ടും, അതുപോലെ എക്സാമും നമുക്ക് ഓൺലൈനിൽ തന്നെ എഴുതാം. ഇതിൻ്റെ ഒരു പ്രധാന ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഡിസ്റ്റന്റ് ഡിഗ്രി ആണെങ്കിലും അല്ലെങ്കിൽ ഓൺലൈൻ ഡിസ്റ്റന്റ് ഡിഗ്രി ആണെങ്കിലും ഓൺലൈൻ ഡിഗ്രി ആണെങ്കിലും ഇതിലെല്ലാം ജോയിൻ ചെയ്യുന്നത് കൂടുതലും വർക്ക് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ കോളേജിൽ പോയി എക്സാം എഴുതാനോ അല്ലെങ്കിൽ പഠിക്കാനോ ഒന്നും സാഹചര്യം ഇല്ലാത്ത ആൾക്കാരായിരിക്കും. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെവിടെയാണോ ഉള്ളത് അവിടെ ഇരുന്ന് പഠിക്കാനും എക്സാം എഴുതാനും അവസരം കിട്ടുവാണെങ്കിൽ അതാണ് ബെറ്റർ. കാരണം നമ്മൾ കണ്ടിട്ടുണ്ട് കൂടുതലും ഈ ഡിസ്റ്റന്റ് ഡിഗ്രിക്ക് അല്ലെങ്കിൽ ഓൺലൈൻ ഡിസ്റ്റന്റ് ലേണിങ്ങിനൊക്കെ ജോയിൻ ചെയ്യുന്ന ആൾക്കാർ കംപ്ലീറ്റ് ചെയ്യാറില്ല, കോഴ്സ് കംപ്ലീറ്റ് ചെയ്യല. അതിൻ്റെ ഒരു മെയിൻ റീസൺ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് അവർ എക്സാം സെൻറ്ററിൽ പോകണോ എന്നുള്ളത് തന്നെയാണ്. കാരണം ചില സമയത്ത് ഇപ്പോൾ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ലീവ് കിട്ടണമെന്നില്ല. പിന്നെ ഇന്ത്യക്ക് പുറത്തൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ആ ടൈമിൽ നാട്ടിൽ കറക്റ്റായിട്ട് എത്തണമെന്നൊക്കെ ഇല്ല. അപ്പോൾ ആ ടൈമിൽ അവരെന്ത് ചെയ്യും, കോഴ്സ് ഡ്രോപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ ഓൺലൈൻ ഡിഗ്രി അങ്ങനെയല്ല. ഓൺലൈൻ ഡിഗ്രി ആകുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സും ഓൺലൈനിൽ കിട്ടും, എക്സാമും ഓൺലൈനിൽ തന്നെ എഴുതാം. നിങ്ങൾ ലോകത്ത് എവിടെയാണോ ഉള്ളത് അവിടെ ഇരുന്ന് എക്സാമും എഴുതാൻ പറ്റും, കറക്റ്റായിട്ട് തന്നെ ക്ലാസ്സസും അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എന്നോട് ചോദിക്കുന്ന സ്റ്റുഡൻസിനോട് ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് കോളേജിൽ പോയി ഡിഗ്രി ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ ഓൺലൈൻ ഡിഗ്രി തന്നെയാണ്. പിന്നുള്ളൊരു ഡൗട്ട് ഓൺലൈൻ ഡിഗ്രിയും ഡിസ്റ്റന്റ് ഡിഗ്രിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ്. ഓക്കെ, ഓൺലൈൻ ഡിഗ്രിയും ഡിസ്റ്റന്റ് ഡിഗ്രിയും തമ്മിലുള്ള വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഡിസ്റ്റന്റ് ഡിഗ്രി ആകുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സസ് ഒന്നും കിട്ടത്തില്ല, സ്റ്റഡി മെറ്റീരിയൽസ് മാത്രമായിരിക്കും കിട്ടുന്നത്, എക്സാം സെന്ററിൽ പോയി എക്സാം എഴുതേണ്ടി വരും. പക്ഷേ ഓൺലൈൻ ഡിഗ്രി ആകുമ്പോൾ പ്രോപ്പറായിട്ട് ഓൺലൈൻ ത്രൂ ക്ലാസ്സസ് കിട്ടും, അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസും കിട്ടും. എക്സാം എഴുതാൻ വേണ്ടി എക്സാം സെന്ററിൽ പോകണ്ട, നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ ഇരുന്ന് ഓൺലൈനായിട്ട് എക്സാം എഴുതാൻ സാധിക്കും. പിന്നെ ഈ ഡിസ്റ്റന്റ് ഡിഗ്രിക്ക് വരുന്ന പോലെ എക്സാം ലാഗ് ആവുക അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽ കിട്ടാൻ വൈകുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഓൺലൈൻ ഡിഗ്രിക്കില്ല. പ്രോപ്പറായിട്ട് സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടും, ക്ലാസ്സസ് കിട്ടും, എക്സാമും പ്രോപ്പർ ടൈമിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് രണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ക്രെഡിറ്റ് പോയിന്റ്സിലാണ്. അതായത് റെഗുലർ ആയിട്ടൊരു സ്റ്റുഡൻറ്റ് ഒരു കോളേജിൽ പോയി ഡിഗ്രിക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷം കൊണ്ട് 3960 ലേണിംഗ് അവേഴ്സും 132 ക്രെഡിറ്റ് പോയിന്റ്സും നേടുന്നുണ്ട്. ഇപ്പം ഡിസ്റ്റന്റ് ഡിഗ്രിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു അവർക്ക് ക്ലാസ്സസ് ഒന്നും കിട്ടുന്നില്ല, അവർക്ക് എക്സാം മാത്രമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത്, അവർക്ക് ലേണിംഗ് അവേഴ്സ് നില്ലായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് അവർക്ക് മാക്സിമം 90 to 100 ക്രെഡിറ്റ് പോയിന്റ്സ് വരെ കിട്ടുന്നുള്ളൂ. ഓൺലൈൻ ഡിഗ്രിയുടെ കേസ് എടുക്കുമ്പോൾ ഓൺലൈൻ ഡിഗ്രിക്ക് ഓൺലൈൻ ത്രൂ പ്രോപ്പറായിട്ട് ക്ലാസ്സസ് കിട്ടുന്നതുകൊണ്ട് തന്നെ അവർക്ക് റെഗുലർ ഡിഗ്രിയുടെ 3960 ലേണിംഗ് അവേഴ്സും 132 ക്രെഡിറ്റ് പോയിന്റ്സും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഓൺലൈൻ ഡിഗ്രിയെ പ്യുവർലി സെയിം ആസ് റെഗുലർ ഡിഗ്രി എന്ന് പറയാൻ സാധിക്കും. ഇതിൻ്റെ ഒരു ആവശ്യകത എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഇന്ത്യക്ക് പുറത്തോട്ടൊക്കെ ജോലിക്ക് ശ്രമിക്കുന്ന സമയത്ത് നമ്മളെ ഇന്ത്യക്ക് പുറത്തുള്ള പല രാജ്യങ്ങളിലും ഒരു ഡിഗ്രി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ മിനിമം 126 ക്രെഡിറ്റ് പോയിന്റ്സ് ഉണ്ടായിരിക്കണം. ഓൺലൈൻ
ഓൺലൈൻ ഡിഗ്രിക്ക് 132 ക്രെഡിറ്റ് പോയിന്റ്സ് കിട്ടുന്നതുകൊണ്ട് തന്നെ ഓൺലൈൻ ഡിഗ്രി കഴിഞ്ഞവർക്ക് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഡിസ്റ്റന്റ് ഡിഗ്രിക്ക് 100 ക്രെഡിറ്റ്സ് വരെ കിട്ടുന്നുണ്ട്. ചില രാജ്യങ്ങളിൽ ഡിസ്റ്റന്റ് ഡിഗ്രി കഴിഞ്ഞവരെ ഡിപ്ലോമയായിട്ടേ കൺസിഡർ ചെയ്യത്തുള്ളൂ. അത് ഡിസ്റ്റന്റ് ഡിഗ്രിയുടെ ഒരു വലിയ ഡ്രോബാക്ക് ആണ്. ഇതൊക്കെയാണ് ഈ ഓൺലൈൻ ഡിഗ്രിയും ഡിസ്റ്റന്റ് ഡിഗ്രിയും തമ്മിലുള്ള പ്രധാന ഡിഫറൻസ്. അതുപോലെ തന്നെ ഓൺലൈൻ ത്രൂ ക്ലാസ്സസ് എങ്ങനെയാണ്, സ്റ്റഡി മെറ്റീരിയൽസ്, എക്സാം എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത്, അങ്ങനെ കുറേ ഡൗട്ട്സ് ചോദിക്കാറുണ്ട്. ഓൺലൈൻ ഡിഗ്രിയുടെ ക്ലാസ്സസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ കോവിഡ് ടൈമിലൊക്കെ എല്ലാ കുട്ടികളും ഓൺലൈനിലല്ലേ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഓൺലൈൻ ഡിഗ്രിയുടെ ക്ലാസ്സസ് എഫക്റ്റീവ് ആണോ എന്നൊരു ഡൗട്ട് വേണ്ട. കറക്റ്റായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സസ് തരുന്നുണ്ട്. അത് നമ്മൾ ചേരുന്ന യൂണിവേഴ്സിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പല യൂണിവേഴ്സിറ്റീസും ഓരോ പോർട്ടൽ ത്രൂ ആണ് ക്ലാസ്സസ് തരുന്നത്. അതായത് അവർക്കൊരു പോർട്ടൽ ഉണ്ടായിരിക്കും. ആ പോർട്ടൽ ത്രൂ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. പിന്നെ ഇതിന് അറ്റൻഡൻസ് നിർബന്ധമല്ല. ഓൺലൈൻ ഡിഗ്രി ആൻഡ് അറ്റൻഡൻസ് നിർബന്ധമല്ല. ഇപ്പം നമുക്ക് ഏതെങ്കിലും ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അതിൻ്റെ അകത്ത് റെക്കോർഡഡ് വീഡിയോസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ ഒരു ക്ലാസ് നൽകുന്ന പോർട്ടലിൽ തന്നെ നമുക്ക് ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്. നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസ് PDF ആയിട്ട് അതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ഓരോരോ ഡേയിലെയും ക്ലാസ്സസിൻ്റെ ഒരു ഷോർട്ട് നോട്ട് അതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫാക്കൽറ്റീസുമായിട്ട് ക്ലിയർ ചെയ്യാൻ അതിൻ്റെ അകത്ത് പറ്റും. നിങ്ങൾക്ക് ഫാക്കൽറ്റീസുമായിട്ട് ഡയറക്റ്റ് ചാറ്റ് ചെയ്യാം. നിങ്ങളുടെ അതേ ബാച്ച്മേറ്റ്സുമായിട്ട് ഡയറക്റ്റ് ചാറ്റ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു പോർട്ടൽ ത്രൂ കിട്ടുന്നുണ്ട്. അതായത് നമ്മളൊരു റെഗുലർ ആയിട്ട് ഒരു ക്ലാസ്സിൽ പോകുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസ് എല്ലാം തന്നെ ഈ ഒരു വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ ഓൺലൈൻ ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡിപ്പെൻഡ്സ് ഓൺ യൂണിവേഴ്സിറ്റി. എല്ലാ യൂണിവേഴ്സിറ്റീസും അല്ല, നമ്മൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ഇതിൻ്റെ എക്സാം ആണെങ്കിൽ പോലും ഓൺലൈനിലാണ് എക്സാംസ് നടക്കുന്നത്. ഓൺലൈനിൽ എക്സാം നടക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ചിലപ്പം ഒരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറോ ഒക്കെ ആവശ്യമായിട്ട് വരും. വെബ് ക്യാം ഓണാക്കി വെച്ചായിരിക്കും എക്സാം നടത്തുന്നത്. എക്സാം ടൈമിൽ ലൈവിൽ നമുക്കൊരു ഇൻവിജിലേറ്റർ ഉണ്ടായിരിക്കും. നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാനും ഒക്കെ ആയിട്ട് ഒരു ഇൻവിജിലേറ്റർ ഉണ്ടായിരിക്കും. അതുപോലെ നമ്മുടെ നോർമൽ എക്സാം പോലെ തന്നെ 2.5 മണിക്കൂറായിരിക്കും എക്സാം വരുന്നത്. ഒബ്ജക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് കാണും, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് കാണും. അതൊരോ യൂണിവേഴ്സിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ശരിക്കും പറഞ്ഞാൽ റെഗുലർ ആയിട്ട് ഒരു കോളേജിൽ പോയി എക്സാം അറ്റൻഡ് ചെയ്യുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ നമ്മൾ ഓൺലൈനിലും എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ വ്യത്യാസം. പിന്നെ യൂണിവേഴ്സിറ്റീസ് ചൂസ് ചെയ്യുന്ന കാര്യത്തിലും സ്റ്റുഡൻസ് ഡൗട്ട്സ് ചോദിക്കാറുണ്ട്. യൂണിവേഴ്സിറ്റീസ് ചൂസ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം നമ്മൾ എന്ത് പർപ്പസ് ആണ് നമ്മൾ ഈ ഡിഗ്രി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചിന്തിക്കണം. ഇപ്പോൾ PSC UPSC എക്സാംസ് ഒക്കെ എഴുതാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റാങ്കിങ് ഫ്രെയിംവർക്കിൻ്റെ ആദ്യത്തെ 100 റാങ്കിന് ഉള്ളിലുള്ള യൂണിവേഴ്സിറ്റീസ് ഓൺലൈൻ ഡിഗ്രി പഠിക്കാനായിട്ട് ചൂസ് ചെയ്യാവും. ഇനി അതല്ല, പുറത്തോട്ട് പോകാനും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അവർ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ബ്യൂറോ, അതുപോലെ വെസ് അപ്രൂവൽ, പിന്നെ UGC അപ്രൂവൽ എന്തിനാണെങ്കിലും നമ്മൾ നോക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ബ്യൂറോ, വെസ് അപ്രൂവൽ, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിപ്പം ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്ത് വിളിക്കുന്ന ആൾക്കാർ പറയുന്നതൊന്നും വിശ്വസിക്കരുത്. ഈ വിവരങ്ങളെല്ലാം നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇത് നോക്കി ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങളൊരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാവൂ. സ്റ്റുഡൻസ് പൊതുവേ ഇങ്ങനെയുള്ള ഡൗട്ട്സ് ആണ് കൂടുതലും ചോദിക്കാറുള്ളത്. പിന്നെ ഫാസ്റ്റ് ട്രാക്ക് ഡിഗ്രി, 6 മാസത്തെ ഡിഗ്രി, അങ്ങനെ ഒരുപാട് തട്ടിപ്പുകൾ ഉള്ളതുകൊണ്ടാണ് സ്റ്റുഡൻസ് കൺഫ്യൂസ്ഡ് ആകുന്നത്. ഞങ്ങളെ വിളിക്കുന്ന കാൻഡിഡേറ്റ്സിനെ ഞങ്ങൾ കൗൺസിലിംഗ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അതെ, ഈ 6 മാസം ഡിഗ്രി അല്ലെങ്കിൽ 1 വർഷത്തെ ഡിഗ്രി, ഫാസ്റ്റ് ട്രാക്ക് ഡിഗ്രി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തട്ടിപ്പുകൾ വരുന്നുണ്ട്. ഇത് കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കുക. ഡിഗ്രി എന്ന് പറഞ്ഞാൽ അത് മിനിമം 3 ഇയേഴ്സ് ആണ്. അതിനിപ്പോൾ ഡിസ്റ്റന്റ് ഡിഗ്രി ആണെങ്കിലും റെഗുലർ ഡിഗ്രി ആണെങ്കിലും ഓൺലൈൻ ഡിഗ്രി ആണെങ്കിലും ഏത് ഡിഗ്രി ആണെങ്കിലും മിനിമം 3 വർഷം പഠിച്ചാലേ അത് വാല്യൂ ഉള്ളൊരു ഡിഗ്രി ആകത്തുള്ളൂ. പിന്നെ കോളേജിൽ പോയി ഡിഗ്രി ചെയ്യാൻ പറ്റാത്ത കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ റെഗുലർ ഡിഗ്രിക്ക് ശേഷം പിന്നെ ഉള്ളത് ഓൺലൈൻ ഡിഗ്രി തന്നെയാണ്. അത് നമുക്ക് നിസ്സംശയം പറയാം. ഓൺലൈൻ ഡിഗ്രിയെ കുറിച്ചും ഓൺലൈൻ ഡിഗ്രി കോഴ്സുകളെ കുറിച്ചും ഇത് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ ഞങ്ങളുടെ കൗൺസിലേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.